ഗ്രാൻഡ് ലോഞ്ച് നിങ്ങൾ കണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പഴയ സീസൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഗ്രാൻഡ് ലോഞ്ച് എനിക്ക് തോന്നുന്നു കുറച്ച് അധികം ഒന്നും ലാഗ് ആക്കിയില്ല. എന്നാൽ കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷവും ഒക്കെ പതിയെ ആയിരുന്നു ഓരോ കണ്ടസ്റ്റന്റും വരുന്നത്. മാത്രമല്ല ഒന്ന് രണ്ട് പേര് കയറി കഴിയുമ്പോഴത്തേക്കും ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിയത്തുമില്ല, തുടങ്ങത്തുമില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമൊക്കെ 10:45 വരെയൊക്കെ അല്ലെങ്കിൽ 11 മണി വരെയൊക്കെ ബിഗ് ബോസ് ഉണ്ടായിട്ടുണ്ട്. അതിന് മുന്നത്തെ വർഷം അങ്ങനെ തന്നെ. പക്ഷേ അതിനെ അപേക്ഷിച്ച് ഇത്തവണ വളരെ നേരത്തെ കഴിഞ്ഞു. 10:24 ആയപ്പോൾ തന്നെ പ്രൊമോ അടക്കം എല്ലാം കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ കണ്ടിട്ട്? സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഇതുവരെ കാണാത്ത 6 സീസണും കാണാത്ത ഒരാൾക്ക് പോലും ഈ സീസൺ പോയി കാണാം. കാരണം അത്ര ക്ലിയർ ആയിട്ടാണ് ഈ പറയുന്ന പോലെ ലാലേട്ടൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ തന്നെ ഇത് കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കും അയ്യോ ഇത് ഈ പറയും പോലെ എന്തിനാ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? നമ്മൾ 6 സീസൺ കണ്ടവരാ, അപ്പൊ നമുക്കറിയാം വീണ്ടും ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചതാ. പക്ഷേ ഇറ്റ്സ് ടു ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സീരിയസ് ആയിട്ട്. പിന്നെ കണ്ടസ്റ്റൻസ് നമ്മൾ പറഞ്ഞവരൊക്കെ തന്നെയാണ്, വേറെ ആരും പുറത്തുനിന്നും വന്നിട്ടില്ല. ഒന്നുകൂടി ഞാൻ കണ്ടസ്റ്റൻസിന്റെ പേര് പെട്ടെന്ന് പറയാം. അനീഷ്, അനുമോൾ, ആര്യൻ കദൂരിയ, കലാഭവൻ സരിക, അക്ബർ ഖാൻ, RJ ബിൻസി, ഒണിയൽ സാബു, ബിന്നി സെബാസ്റ്റ്യൻ, അഭിശ്രീ അതായത് അഭിലാഷ്, പിന്നെ രണ ഫാത്തിമ, മുൻഷി രഞ്ജിത്ത്, ജിസൈൻ തക്കിരാൽ, പിന്നെ ഷാരിക, ഷാനവാസ്, നെവിൻ, ആദില നസ്രിൻ, ഫാത്തിമ നൂറിൻ, ഷൈത്യ സന്തോഷ്, രേണു സുധി, അപ്പാനി ശരത്ത്. അങ്ങനെ മൊത്തം 19 കണ്ടസ്റ്റൻസ് ആണ്. ഇതിനകത്ത് ചില കണ്ടസ്റ്റൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇന്നത്തെ പെർഫോമൻസ് കാണുമ്പോഴത്തേക്ക്. മീൻസ് ഇന്ന് വേറെ കാര്യമായിട്ടൊന്നും ഇല്ല. നമുക്കറിയാം ഗ്രാൻഡ് ലോഞ്ച് ഡേ എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കണം. അപ്പോൾ ഈ ഡേയിൽ ആ സ്റ്റേജിലുള്ള പെർഫോമൻസിനകത്താണ് ഇവരുടെ എല്ലാ കോൺഫിഡൻസും ഇരിക്കുന്നത്. അതിനകത്ത് ഞാൻ 2-3 പേരെ മാത്രമേ അത് കണ്ടുള്ളൂ. ഒന്ന് എടുത്തു പറയേണ്ട സാധനം ഷൈത്യ സന്തോഷിന്റെ ആണ്. ആ സ്റ്റേജിലെ പെർഫോമൻസ് വളരെ സൂപ്പർ സാധനമായിരുന്നു. കാരണം മീൻസ് നമ്മൾ ആ സ്റ്റേജിൽ കൊടുക്കുന്ന ആ പെർഫോമൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിനകത്ത് ഡാൻസ് കളിച്ചിട്ടുള്ളവരുടെതും പാട്ട് പാടിയിട്ടുള്ളവരും എല്ലാവരും ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. ഇത് പോയി നിങ്ങൾ എടുത്തു നോക്ക്. അതിനകത്ത് വളരെ കുറച്ച് പേര് മാത്രമാണ് അടിപൊളിയായിട്ട് ചിരിച്ച് കളിച്ച് നിന്നത്. ഒന്നാമത്തത് അതിനകത്ത് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് ഷൈത്യ സന്തോഷാണ്. നല്ല അടിപൊളി മാസ് പെർഫോമൻസ് ആയിരുന്നു, ചിരിച്ച് സൂപ്പറായിട്ട് നിന്നു. പിന്നെ അതുപോലെ എടുത്തു പറയാനുള്ള ഒരാളാണ് അപ്പാനി ശരത്ത്. അടിപൊളിയായിട്ട് ആ ഒരു ഇൻട്രോയും അതുപോലെ തന്നെ ആ സമയത്തെ ഡാൻസും ഭയങ്കര, നമുക്ക് ആ ഒരു എനർജി വേണ്ടേ? ഗ്രാൻഡ് ലോഞ്ച് ആകുമ്പോൾ ആ ഒരു എനർജി വേണ്ടേ? ആ ഒരു എനർജിയാണ് മക്കളെ ഈ പറയുന്ന അപ്പാനി ശരത്തും അവിടെ കൊടുത്തത്. അതുപോലെ തന്നെ അഭിശ്രീ, ആ പുള്ളിക്കാരന് കാല് വയ്യെന്നൊക്കെ കുറെ പേരൊക്കെ പറയുന്നുണ്ടാവും, കളിയാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ വാട്ട് എ പെർഫോമൻസ് ദ മാൻ വാസ് ഡിഡ്. നിങ്ങളത് കണ്ടായിരുന്നോ? ഈ 3 പേരുടേതും വെറിത്തരം പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ നെവിൻ്റെതും എടുത്തു പറയാനുള്ള പെർഫോമൻസ് ഇളകി കളിക്കണം. പെർഫോമൻസ് ആകുമ്പോൾ ഇളകി കളിക്കണ്ടേ? ഞാൻ പക്ഷേ എക്സ്പെക്ട് ചെയ്തിരുന്ന കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നേ കുറേ പേരിൽ നിന്ന്. പക്ഷെ അതൊന്നും അത്ര വലിയതായിട്ട് കിട്ടിയില്ല. കിട്ടിയത് ഇവരിൽ നിന്നുമാണ്. പിന്നെ ജിസൈനും അത്യാവശ്യം അടിപൊളിയായിട്ട് അങ്ങ് പോയി. രേണുസുധിയുടെ കൊണ്ട് ഞാൻ ചിരിയായിരുന്നു, ട്രോളെന്നല്ല, സത്യമായിട്ടും എനിക്ക് ചിരി വന്നു രേണുസുധി പറയുന്ന കുറേ കാര്യമൊക്കെ കേട്ടപ്പോഴത്തേക്കും. പിന്നെ നമ്മുടെ ബിഗ് ബോസിന്റെ സൗണ്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. അതും നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇതിനൊക്കെ പുറമെയായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായ ഒരു കാര്യം ഇപ്പൊ പറയുവാണ്. മീൻസ് എനിക്ക് തോന്നുന്നു ആര്യൻ കദൂരിയുടെ പേര് ആദ്യമായിട്ട് യൂട്യൂബിൽ വന്ന് പറയുന്നത് ഞാനാണ്. ഞാനത് പറഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് രൺബീർ കപൂറിൻ്റെ ലുക്ക് പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ താഴെ കുറേ കമൻറ്റ്സ് വന്നു, രൺബീർ കപൂർ അല്ലാടാ പൊട്ട, രൺബീർ സിംഗിൻ്റെ ലുക്കാണ്. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വന്ന് പറഞ്ഞു രൺബീർ സിംഗ് എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും, എനിക്ക് തോന്നുന്നത് രൺബീർ കപൂർ ആണെന്ന്. ഈ സംഭവം ഇന്ന് ലാലേട്ടൻ അവിടെ പറഞ്ഞു. പ്രേക്ഷകർ പറയുന്നത് നിങ്ങളെ കാണാൻ രൺബീർ കപൂറിനെ പോലെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇത് ആദ്യം പറഞ്ഞത് ഞാനാണ്. കുറെ പേര് വേറെ പറഞ്ഞിട്ടുണ്ടാവും, അത് ആദ്യം പറഞ്ഞു. അപ്പൊ ഞാനത് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പങ്ക് എനിക്കും കൂടെ ഉണ്ടല്ലോ എന്നാലോചിച്ച് ഭയങ്കര സന്തോഷം തോന്നി. ബിഗ് ബോസ് വീട് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഹിന്ദി സെറ്റ് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരുന്ന തമിഴ് സെറ്റിനെയാണ്. ഇത് അതിനേക്കാൾ അടിപൊളി, നമ്മുടെ തമിഴ് സെറ്റിനെക്കാളും അടിപൊളിയാണ്. നീ എന്തായാലും വരും വർഷങ്ങളിൽ നമ്മുടെ ബിഗ് ബോസ് ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ ലാലേട്ടൻ്റെ കേസ് എടുത്ത് പറയുകയാണെങ്കിൽ നേരത്തെ ആ പ്രൊമോയിൽ കണ്ട ഒരു സാധനം എനിക്ക് പേഴ്സണലി ഈ എപ്പിസോഡിനകത്ത് എനിക്ക് ഫീൽ ചെയ്തില്ല. ഗ്രാൻഡ് ലോഞ്ചിൽ കുറെ കൂടി മാസ് ലുക്ക് ഞാൻ പ്രതീക്ഷിച്ചു. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിൽ കണ്ണടയൊക്കെ വെച്ചാണ് വന്നത്. അതിന് മുന്നത്തെ വർഷം വേറൊരു ലുക്കായിരുന്നു. അപ്പോൾ ഈ വർഷം ഞാൻ കുറച്ചും കൂടി ഒരു ഹൈപ്പ് പ്രതീക്ഷിച്ചപ്പോൾ തുടരുമില്ല ലുക്കിൽ വന്ന് നോർമൽ ഒരു കുർത്ത പോലത്തെ ഒരു ഡ്രസ്സും പിന്നെ മുണ്ട് കൊടുത്തിട്ടാണ് വന്നത്. അതിൻ്റെ പകുതി ആയപ്പോഴത്തേക്കും കുർത്ത മാറ്റുന്നുണ്ട്, മുണ്ട് സെയിം ആണ്. അങ്ങനെയാണ് നിന്നത്. കുഴപ്പമില്ലടേ, വിഷയമില്ലാതെ അങ്ങ് പോയി കേട്ടോ. അപ്പോൾ
വൈകിപ്പിക്കേണ്ട, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ദിവസം തന്നെ കുറേ ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നെ അവർ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡിന്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് കാണിക്കുന്നത് എന്താ പറയുക, ഇവിടെ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നതെന്നൊക്കെ പറയും. നമ്മുടെ സ്റ്റേജ് കാണിക്കുന്നു. സ്റ്റേജ് മൊത്തം പർപ്പിൾ മയമാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോലെ തന്നെ ഓവറാണ്, ഭയങ്കര കൂടുതലാണ് പർപ്പിൾ മയം. അപ്പം ലാലേട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടാണ് കേൾക്കുന്നത്. ഇവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. പല വഴിയിൽ നിന്ന് വരുന്നവർ ഒരു വഴിയിൽ ചേരുന്നതാണ്. നാടകവും ചിരിയും കളിയൊക്കെ ആയിട്ട് പോകുന്ന 100 ദിവസം വീണ്ടും വരാൻ പോവാണ്. ഒരേ ഒരു ലക്ഷ്യമാണ് എല്ലാവർക്കും. ഇത്തവണ 7ന്റെ കളിയാട്ടമാണ് തുടങ്ങുന്നത് എന്നെല്ലാം പറയുന്നു. നേരെ ഹൗസ് ടൂർ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സാധനം. വീട് തുറക്കുന്നു, അടിപൊളി എൻട്രിയാണ്, നല്ലൊരു അടിപൊളി എൻട്രി. ഞാൻ വീട് എങ്ങനെയാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീടിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. എന്നാലും ലാലേട്ടൻ ഈ ഹോം ടൂർ പറഞ്ഞുതരാം. ഇതിനകത്ത് കയറുമ്പോൾ ലാലേട്ടൻ അവിടെ ഇങ്ങനെ തിരിയും കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നു. ഒരു കറുത്ത മുണ്ടും ഒരു ജുബയാണ് വേഷം. ഗാർഡൻ ഏരിയ ഭയങ്കര വലുതാണെന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ട് നല്ല വീതി ഉണ്ട് കേട്ടോ ഗാർഡൻ ഏരിയ. അപ്പം തന്നെ നമുക്ക് ജയിൽ അവിടെ സൈഡിൽ കാണാൻ പറ്റും. ജയിൽ ഇങ്ങനെയല്ലേ നോർമലി ജയിലിരിക്കുന്നേ, ഇതങ്ങനെയല്ലേ ഇങ്ങനെ രണ്ട് ജയിൽ. ഇപ്പോൾ 7 ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നു ജയില്. ആ ജയിലിനകത്ത് ഒരു ബെഡ് ഉണ്ട്. ആ ബെഡ് ചരിഞ്ഞുകൊണ്ടുള്ള കിടപ്പ്. അപ്പോൾ അതാണ് എനിക്ക് പെട്ടെന്ന് ഞാൻ മൈൻഡിൽ അതാ പോയത്. മാത്രമല്ല എപ്പോഴും നമ്മൾ ബിഗ് ബോസിനകത്ത് കയറുമ്പോഴത്തേക്കും കറക്റ്റ് ബിഗ് ബോസ് നമ്മൾ വാതിൽ തുറക്കുന്നു, ഈ വാതിലിൻ്റെ നേരെ ആയിരിക്കും നമ്മുടെ ബിഗ് ബോസ് വീടിൻ്റെ എൻട്രൻസും വരുന്നത്. ഇതങ്ങനെ അല്ല, ഇത് വളഞ്ഞ് ഒരറ്റത്തു നിന്ന് കയറിയാണ് പോകുന്നത്. ആ വീടിൻ്റെ ഒരറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ മറ്റൊരറ്റത്ത് എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സാധനമാണ് അവിടെ ഉള്ളത് കേട്ടോ. പിന്നീട് ബിഗ് ബോസിൻ്റെ ഈ പറഞ്ഞതുപോലെയല്ല ആ ഒരു ജയിലിൻ്റെ 7ന്റെ സിമ്പല് പണിപ്പുര എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ആയിട്ടൊരു സാധനം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പണിപ്പുര ഒരു റൂം പോലെ. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഞാൻ ഇവിടെ പിന്നെ എന്താണെന്ന് കാണിച്ചു തരാമെന്ന് പറയുന്നു. മൊത്തം കളർഫുൾ ആയിട്ടുള്ള ആർട്ട് വർക്കാണ്. വീട്ടിനകത്ത് കയറുന്നു, കിച്ചണിലോട്ട് നേരെ പോകുന്നു. കിച്ചണിലൊന്നും ഒരു കുറവുമില്ല. ടൈൽസ് എല്ലാം ജയ്പൂരിൻ്റെതാണ്. ഇനി ഒരു കംപ്ലൈൻറ്റും വരില്ല. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടെന്ന് പറയാണ്. പിന്നെ പടി കയറിയാണ് ഡൈനിങ്ങിലോട്ട് പോകുന്നത്. അത് നല്ല രസമാണ്. ഞാൻ ഹിന്ദി ബിഗ് ബോസിലും എനിക്ക് അങ്ങനെ കണ്ടതായിട്ട് ഓർമ്മയൊന്നുമില്ല. ഇങ്ങനെ പടി കയറിയിട്ട് ഒരു 3 പടി കയറിയിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ സ്പെഷ്യലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നീട് അതിനുശേഷം തന്നെ നമ്മുടെ ചുറ്റും ഡൈനിങ് ടേബിൾ വട്ടത്തിലുള്ളതാണ്. കഴിഞ്ഞ വർഷത്തേൻ്റെ അത്രയും വലുതൊന്നുമല്ല. ലാലേട്ടൻ ഇത്തവണ എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. 100 ദിവസം നിൽക്കാനുള്ളതാണ്, അതിനൊരു കുറവുമില്ല, ഇതിനൊരു കുറവുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം ഞാൻ ആലോചിക്കുക എന്തിന് ലാലേട്ടൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണം. കാരണം ഓൾറെഡി as we all know that നമ്മൾ എന്താ പറയുക 6 സീസൺ കണ്ടവരാണ് അല്ലേ. അപ്പം നമുക്കറിയാം വാട്ട്സ് ദ ആക്ച്വൽ സീസൺ, അല്ലെങ്കിൽ എന്താണ് ഒരു സീസണിൻ്റെ സാധനം. അപ്പോൾ ലാലേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഓവറായിട്ടൊന്നും തോന്നിയില്ല, ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് തോന്നി. പിന്നെ പുതിയ വ്യൂവേഴ്സ് ഒത്തിരി പേര് വരുമ്പോൾ അവർക്ക് കാണുമ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം വീടല്ലേ, ആദ്യത്തെ വീടല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ അങ്ങ് കരുതി വിട്ടു. പോട്ടെ. അടുത്ത് നേരെ പിന്നീട് സ്റ്റോർ റൂമിൽ വരുന്നുണ്ട്. ഒത്തിരി സ്പേസ് ഉണ്ട് സ്റ്റോർ റൂമിൽ. സ്റ്റോർ റൂമിനകത്ത് നിന്നും പണി വരും എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ബെഡ്റൂമിലോട്ട് പോകുന്നു. ഒറ്റ ബെഡ്റൂമാണ്, ഓവൽ ഷേപ്പിലാണ് ബെഡ്റൂം വരുന്നത്. സിംഗിളും ഡബിളും കൂടി മിക്സ് ചെയ്താണ് കട്ടിലുകൾ ഇട്ടിരിക്കുന്നത്. മൊത്തം 18 ബെഡാണ് ഉള്ളത്. ഓക്കെ, കഴിഞ്ഞ വർഷം 3-4 ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ തന്നെ അല്ലേ പറഞ്ഞത് ഇതൊന്നും വേണ്ട എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയതെന്ന് പറഞ്ഞാൽ എന്തായാലും സൂപ്പറാണ്. ദെൻ കൺഫഷൻ റൂമിൽ പോകുന്നു. വട്ടൻ അടിപൊളി കൺഫഷൻ റൂം. ഒരു വേ ഉണ്ട്, ഒരു വേയിൽ കൂടെ കയറി പോയിട്ട് പിന്നെ അവിടെ നകത്തേക്ക് കയറുമ്പോൾ മൊത്തം തിളങ്ങുന്ന രീതിയിലാണ് കൺഫഷൻ റൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. കൊള്ളാം, ഒരു തിളക്കവും ലൈറ്റും ഒക്കെ ഉണ്ട്. അവിടെ ഒരു സോഫയും ഇട്ടിട്ടുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. അവിടെ ശ്രീ മോഹൻലാൽ. അപ്പോഴാണ് ഞാൻ ബിഗ് ബോസിൻ്റെ ശബ്ദം മാറിയ പ്രൊമോയിലുണ്ടായിരുന്ന ഇതല്ലല്ലോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്താ ലാലേട്ടൻ ശ്രീ മോഹൻലാൽ എന്താണ് സുഖമല്ലേ, പരമസുഖം. അപ്പം ബിഗ് ബോസ് പറഞ്ഞു ഞാൻ ലാലേട്ടൻ്റെ സിനിമയെ കണ്ടിട്ടുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വേണ്ട എനിക്കിപ്പോൾ അതൊന്നും കേൾക്കണ്ട. അപ്പം ഞാൻ ലാലേട്ടൻ പറഞ്ഞു കണ്ടിട്ടുണ്ടല്ലേ സിനിമയൊക്കെ, എന്നിട്ട് എനിക്ക് ബിഗ് ബോസ് ഒന്ന് കുമ്പസരിക്കണം. എന്തിനാ ലാലേട്ട ഭയങ്കര കൂള്. മറ്റേ ബിഗ് ബോസിൻ്റെ ശബ്ദം പോലെ കൺഫഷൻ റൂമിലേക്ക് വരിക, ആ ശബ്ദമല്ല, കുറച്ചും കൂടി മയമായിട്ട് ശ്രീ മോഹൻലാൽ കൺഫഷൻ റൂമിലേക്ക് വരിക, ഒന്ന് അയഞ്ഞു. പക്ഷെ നമ്മുടെ മറ്റേ പഴയ ബിഗ് ബോസ് ആണെങ്കിൽ ഈ കണ്ടസ്റ്റൻസ് കേൾക്കത്തുള്ളൂ, അത് വേറൊരു കാര്യം. അങ്ങനെ കൺഫഷൻ റൂമിൽ എന്നിട്ട് ലാലേട്ടൻ കുമ്പസരിക്കണമെന്ന് പറയുമ്പോൾ എന്തിനാണെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു. അത് ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന തെറ്റുകൾക്കാണ് പ്രേക്ഷകർ പറയുന്നുണ്ട് ഇവിടെ സ്ട്രിക്റ്റ് ആക്കണമെന്ന്. പ്രൊമോയിൽ പറഞ്ഞതുപോലെ നമ്മൾ സ്ട്രിക്റ്റ് ആക്കുന്നുണ്ട്, ഒരു പണി വരുന്നുണ്ട്. എന്താണ് പണി പറ ലാലേട്ടാ. ഞാൻ പിന്നെ പറയാം, ഇപ്പം പറയൂല. നേരെ ലാലേട്ടൻ സെൻട്രൽ ഗാർഡൻ എന്ന് പറഞ്ഞ് വേറെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. സോഫയൊക്കെ ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെയും വരുന്നു. ആ സെക്ഷനും കാണാനൊക്കെ കൊള്ളാം കേട്ടോ. അവിടെ നിന്നിട്ട് ലാലേട്ടൻ നിൽക്കുമ്പോൾ വീണ്ടും അവിടെ നിന്ന് ഒരു സ്പെഷ്യൽ റൂം, ഒരു പൗഡർ റൂം ഉണ്ടെന്ന് പറയുന്നത് മേക്കപ്പ് റൂം. അവിടെ കയറുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കാണുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യം. ഒരു സ്പെഷ്യൽ മേക്കപ്പ് റൂം, അതൊരു ലക്ഷറി ഐറ്റമാണ്.
വീണ്ടും ബിഗ് ബോസ് വിളിച്ച് ചോദിക്കുന്നു, എന്താണ് ലാലേട്ട ആ പണി, ഒന്ന് പറയുമോ? അപ്പോൾ ലാലേട്ടൻ, ഞാൻ പിന്നെ പറയാം, എന്നിട്ട് നമുക്ക് ബാത്റൂമിലേക്ക് പോകാമെന്ന് പറയുന്നു. ബാത്റൂമിലേക്ക് നമ്മുടെ ലിവിംഗ് റൂമിന്റെ സൈഡിൽ കൂടെ തന്നെയാണ് ബാത്റൂമിൽ പോകുന്നത്. അത് തമിഴ് ബിഗ് ബോസിന്റെ സെയിം സ്ട്രക്ചർ, അതായത് കഴിഞ്ഞ വർഷം മലയാളം ബിഗ് ബോസ് ഉണ്ടാകുന്ന സെയിം സ്ട്രക്ചറാണ്, ഒരു മാറ്റവും ഇല്ല. പക്ഷെ അവിടെ നിന്ന് നമ്മൾ നേരിട്ട് നമ്മുടെ ഗാർഡൻ ഏരിയയിലേക്ക് ഇറങ്ങാൻ പറ്റും, നമ്മുടെ സീസൺ 2 മലയാളം 3 മലയാളം ഒക്കെ പോലെ. അതിനുശേഷമാണ് പിന്നീട് ഈ സെറ്റപ്പ് ഒക്കെ മാറ്റിയത്. അപ്പം അതേപോലെയാണ് ഇപ്പം ഇവിടെ ഉള്ളത്. അങ്ങനെ വീണ്ടും ബിഗ് ബോസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് പണി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാമെന്ന് പറയുന്നത് കുറേ തത്തമ്മകളുടെ ഫോട്ടോസൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. മൃഗങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ പക്ഷികൾ, ചിത്രശലഭങ്ങൾ, ഷഡ്പദങ്ങൾ എല്ലാം അവിടെ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. സംഭവം പൊളിയാണ്. വീണ്ടും ബിഗ് ബോസ് ഇങ്ങനെ എന്താണ് പണി എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പറയുന്നില്ല. ലാലേട്ടൻ നേരെ ജയിലിലേക്ക് പോയി നോക്കുന്നു. ചരിഞ്ഞ ജയിലാണ്, ഇത്തവണ മൊത്തം പണി എടുക്കാൻ പോവാണെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ബിഗ് ബോസ്, മിസ്റ്റർ മോഹൻലാൽ, എന്നെ വീണ്ടും മഴയത്ത് നിർത്തല്ലേ, മുണ്ടും ഇടയ്ക്ക് കുത്തിക്കല്ലേ എന്ന് പറയുന്നു. അപ്പോഴാണ് മോഹൻലാൽ നമ്മുടെ ലാലേട്ടൻ നേരെ പണിപ്പുരയിലേക്ക് പോകുന്നു. പണിപ്പുര എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ സെക്ഷൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് ആദ്യം കണ്ടപ്പോൾ ഒരു റൂം പോലെ ഞാൻ വിചാരിച്ചു ഇത് ആക്ടിവിറ്റി ഏരിയ വല്ലതും ആയിരിക്കും. ആക്ടിവിറ്റി ഏരിയ അല്ല. ചിലർക്ക് ഫെയിം, പണം, സിനിമ, ഓരോരോ ആഗ്രഹങ്ങളായിട്ടായിരിക്കും എല്ലാവരും ബിഗ് ബോസിലോട്ട് വരുന്നത്. അപ്പോൾ ബിഗ് ബോസിനെ കുറ്റം പറയുന്നവരും ഇവിടെ ഉണ്ട്. ഈ റൂമിനകത്ത് ഇവർ കൊണ്ടുവരുന്ന പെട്ടി ഉണ്ടല്ലോ, ആ പെട്ടിയിലുള്ള എല്ലാ സാധനങ്ങളടക്കം എല്ലാം ഇതിനകത്ത് ഞാൻ അടച്ചു വെക്കും, ഒന്നും ഇവർക്ക് കൊടുക്കത്തില്ല. അതാണ് ഇത്തവണ ഞാൻ ഇവർക്ക് കൊടുക്കാൻ പോകുന്ന പണി. ഇത് സ്ഥിരമായിട്ട് തുടർന്നു കൊണ്ടുപോകും, ഞാനിത് പിടിച്ചു വെക്കും എന്നിങ്ങനെ പറയുകയാണ്. ഇവരിവിടെ പച്ചയായിട്ട് നിന്ന് കളിച്ചാൽ മതി. എന്നെ അറിയാവുന്നിടത്ത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, സേഫ് ഗെയിം ഈസ് എ ഡേർട്ടി ഗെയിം. അങ്ങനെ നമ്മുടെ എമ്പുരാല ഡയലോഗൊക്കെ എടുത്ത് പറയാണ്. ദെൻ നേരെ സ്റ്റേജിലെ ഡാൻസ് ആണ്. ലാലേട്ടൻ്റെ പഴയ സീസണിലുള്ള ഒരു പവറൊന്നും കണ്ടില്ല. ഞാൻ മറ്റേ ഇതെങ്കിലും പ്രതീക്ഷിച്ചു, ലാലേട്ടൻ ഇറങ്ങി എന്നിട്ട് തന്നെ ഇങ്ങനെ 7 ഇതൊക്കെ അതൊന്നും കിട്ടിയില്ല. സ്റ്റേജിൽ കുറേ പേര് ഡാൻസ് ചെയ്യുന്നു. അത് സെപ്പറേറ്റ് ആയിട്ട് 2 തവണ ഷൂട്ട് ചെയ്താണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ശരഭരണം മുരുകനിക്ക് കൊണ്ടാട്ടം ആ പാട്ടാണ്. ലാലേട്ടൻ എൻട്രി ചെയ്യുന്നു, വരുന്നു. നമസ്കാരം, വെൽക്കം ടു ബിഗ് ബോസ് മലയാളം സീസൺ 7. 7ാം തവണ നമ്മൾ വാതിൽ തുറക്കുകയാണ്. എന്നിട്ട് ഇത്തവണ വിറപ്പിക്കുന്ന പണികളാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. തയ്യാറെടുപ്പോടെ എല്ലാവരും വരും, മാസ്ക് ഇട്ട് വരും. ഇനി അതൊന്നും ഇവിടെ നടക്കൂല. സീസൺ 7ന്റെ ട്വിസ്റ്റ് അതാണ്. പണിപ്പുര അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും, വോട്ട് അർഹിക്കുന്നവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ തുടങ്ങുകയാണ്. ടാസ്ക് കൂടി ഇവിടെ ഉള്ളവർക്കൊക്കെ ഇനിയിപ്പോൾ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇതേ സമയമാണ് പുറത്ത് റനീഷ ഔട്ട്ഡോറിൽ നിൽക്കുന്ന കാണിക്കുന്നത്. റനീഷ ഒരു JCBയിലൊക്കെ ഇങ്ങനെയൊക്കെ കൊട്ടിയൊക്കെ വരുന്നുണ്ട്. ടാസ്ക് കൊടുക്കുകയാണ്. മഷി പുരണ്ട കൈമുദ്രയാണ് ഇത്. ടാസ്ക് ചെയ്യേണ്ട വേറെ ഒന്നുമല്ല. ഇവരുടെ ഹെൽപ്പറായിട്ട് ഫാമിലി മെമ്പറും ഉണ്ടാവും. ഈ നമ്മുടെ കണ്ണ് കെട്ടിയിട്ട് നമ്മുടെ ഫാമിലി മെമ്പറിന് അറിയാം. ഇവിടെ കുറേ 18-20 പോഡിയങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ പോഡിയത്തിൽ ഒരു പോഡിയത്തിലിരിക്കുന്നത് എല്ലാ പോഡിയത്തിലും മെഡലാണ്. അപ്പോൾ ഒരെണ്ണത്തിനകത്ത് നമ്മുടെ ഫോട്ടോ ഉള്ള മെഡലുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഈ മെഡൽ എടുത്ത് നമ്മുടെ കഴുത്ത് ഏതാണെന്ന് കണ്ടുപിടിച്ച് ആ മെഡൽ എടുത്ത് നമ്മുടെ കഴുത്തിലിട്ടിട്ട് അവിടെ ഒരു ലൈൻ ക്രോസ് ചെയ്ത് അവിടെ ഒരു കുങ്കുമം ഇരിപ്പുണ്ട്. ആ കുങ്കുമത്തിൽ തൊട്ട് അവിടെ ഒരു 7 എന്ന് എഴുതിയിരിക്കുന്ന ഒരു മിററുണ്ട്. ആ മിററിൽ തൊടുക. ഇതാണ് ടാസ്ക്. സിമ്പിൾ ടാസ്ക് ആണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അങ്ങനെ നമ്മൾ കണ്ണടച്ചിട്ട് വേണം ചെയ്യാൻ, ഫാമിലി മെമ്പർ വേണം ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഈ ബിഗ് ബോസ് വീട്ടിൽ നമ്മളെ സർവൈവ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറയുകയാണ്. എന്നിട്ട് വീണ്ടും ലാലേട്ടൻ ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ വിളിക്കാൻ തുടങ്ങുകയാണ്. കോമഡറായിട്ടുള്ള അനീഷിനെ വിളിക്കുന്നു. വാചകമടിയാണ്, ജോലിക്ക് പോവാതെ 5 വർഷമായിട്ട് ബിഗ് ബോസ് കയറാൻ വേണ്ടി നടക്കുവാണ്, സ്ത്രീ വിരുദ്ധനാണ് എന്ന് ലാലേട്ടൻ എടുത്ത് പറയുന്നുണ്ട്. ഇന്നലെ ഞാനിത് എൻ്റെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ പലരും എൻ്റെ പറഞ്ഞു അയാളെ ഇപ്പോഴേ നെഗറ്റീവ് ആക്കുന്നത് എന്തിനാണെന്ന്. പക്ഷേ അനീഷ് ഈ പറഞ്ഞതുപോലെ സ്വയമായിട്ട് നെഗറ്റീവ് ആകാനുള്ള ഒരു സാധ്യത അനീഷിന്റെ സ്ഥാനത്ത് നിന്ന് കാണുന്നുണ്ട്. അനീഷ് വരുന്നു, പാട്ട് അതിരുത്ത ആ പാട്ടാണ്. ആ പാട്ട് ഇട്ടുകൊണ്ട് നേരെ വരുന്നു, ഇൻട്രോ കാണിക്കുന്നു. ഇത്തവണ എല്ലാവരുടെയും ഇൻട്രോയ്ക്കകത്ത് ഒരു കാർഡിൽ ലാലേട്ടൻ ബിഗ് ബോസിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാർഡ് എല്ലാവർക്കും കിട്ടുന്ന ലെവലിലാണല്ലോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം ബിഗ് ബോസിലേക്ക് കൊണ്ടുപോകാൻ പെട്ടിക്കകത്ത് വെക്കാനും പറയുന്നുണ്ട്. അത് എല്ലാവരുടെ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് ചൂസ് ചെയ്യുന്നത് ബുക്കാണ്. അനീഷ് സ്വന്തമായിട്ട് ഒരു എഴുത്തുകാരനായതുകൊണ്ട് അനീഷ് എഴുതിയ ഒരു ബുക്കാണ് അനീഷ് ചൂസ് ചെയ്യുന്നത്. അനീഷ് പക്ഷേ സ്റ്റേജിൽ വന്നിട്ട് മൊത്തം അച്ചടി ഭാഷയിലുള്ള ഒരു സംസാരമാണ്. മീൻസ് എന്താ ലാലേട്ടൻ ചോദിക്കുന്നത് എന്താണ് ഇത്ര സ്ത്രീ വിരുദ്ധത എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഡിവോഴ്സിലൂടെ കടന്നുപോയ ആളാണ് ഞാൻ. അപ്പോൾ അത് പറയുമ്പോഴത്തേക്കും ഡിവോഴ്സിൽ ഒരു എന്താ പറയുക, പുരുഷന്മാരുടെ ഡിവോഴ്സ്, നമ്മൾ എന്തുകൊണ്ട് പുരുഷന്മാരുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? ഭയങ്കര അച്ചടി മീൻസ് ലൈക്ക് എ നോർമൽ അച്ചടി അല്ല. നമുക്ക് കേൾക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു അങ്ങനെ നമുക്ക് തോന്നും. അതിനി മനഃപൂർവ്വം അങ്ങനെ സംസാരിക്കുന്നതാണോ എന്ന് അറിയത്തില്ല. കാരണം ഇത് പുള്ളിയുടെ ഇൻട്രോയ്ക്കകത്ത് പുള്ളി ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്, ഇത് എൻ്റെ അച്ഛൻ, ഇത് അമ്മ, ഇത് അനിയൻ, ഇത് ഞാൻ എവിടെ പോയാൽ ലാലേട്ട പറയൂ, അങ്ങനെ. അപ്പോൾ ആ ലെവലിലാണ് സംസാരിക്കുന്നത്. അപ്പോഴത്തേക്കും ലാലേട്ടൻ അവിടെ നമ്മുടെ സ്ക്രീനിൽ മൊത്തവും നമ്മുടെ നൗ ഷോയിങ് എന്നും പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
ലാലേട്ടൻ പറയാണ് ബാങ്ക് ജോലി, ഗവൺമെന്റ് ജോലി ഇതെല്ലാം കളഞ്ഞിട്ട് 5 വർഷം ഇതിന്റെ പിറകെ നടക്കാനല്ലേ. അതെ 2 വർഷമായി, ഞാൻ മൊത്തം 5 വർഷം ലീവ് എടുത്തു, ഇപ്പോൾ 2 വർഷം ഇതിന്റെ പിറകെ നടക്കുന്നുണ്ട്, എനിക്ക് കിട്ടി. അപ്പോൾ ലാലേട്ടൻ എന്താ സ്ത്രീ വിരുദ്ധത? അത് പുരുഷന്മാരെ മാറ്റി നിർത്തുന്നവരെ അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനങ്ങനെ. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഞാൻ നന്നായിട്ട് കളിക്കും, എനിക്കറിയാം ഇത്രയും പേരോടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് കളിക്കാനും അറിയാം. അപ്പോൾ ആരോ 7ന്റെ പണി തന്നിട്ടുണ്ടല്ലോ അനീഷ്, അതല്ലേ അനീഷ് ഇങ്ങനെ ഒരു സ്ത്രീ വിരുദ്ധനായത്? അത് ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് പറഞ്ഞാൽ പോരെ ലാലേട്ടാ? മതി മോനെ, ശരി മോനെ. ടാസ്ക്, ഇവരുടെ ടാസ്ക് നേരത്തെ റനീഷ ചെയ്യിപ്പിക്കുന്ന ആ ടാസ്ക് കാണിക്കുകയാണ്. ആ ടാസ്കിനകത്ത് റനീഷ തെറ്റിക്കാൻ നോക്കും, ഫാമിലി മെമ്പറാണ് ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നത്, വലിയ കുഴപ്പമൊന്നുമില്ല, അയാൾ വേഗം തന്നെ ഫിനിഷ് ചെയ്യുന്നുണ്ട് ടാസ്ക്. എന്നിട്ട് എൻട്രി കയറുന്നു. എൻട്രിക്കകത്ത് കയറുമ്പോൾ തന്നെ എത്ര പേരുടെ സ്വപ്നമാണ് ഈ ബിഗ് ബോസ് വീട്, മായാലോകം പോലെ എനിക്ക് തോന്നുകയാണ്. ഇതൊരു കൊട്ടാരമാണ്, കൊട്ടാരം. എന്നിട്ട് ജയിലിനടുത്തോട്ട് പോകുന്നു. വീട്ടിനകത്തൊക്കെ എൻട്രി ചെയ്യുകയാണ്. എന്നിട്ടാണ് ജയിലിനടുത്തോട്ട്, ഇതെന്താ അലക്കുകല്ലാണോ? ഇങ്ങനെ വീട്ടിനകത്ത് കയറി, ഇതെൻ്റെ പാലസാണ്, കൊട്ടാരം, ഞാനാണ് ഇവിടെ ആദ്യം വന്നത്, വിന്നർ എന്നൊക്കെ ഇങ്ങനെ സ്വന്തമായിട്ട് പറയുവാണ്. എന്നിട്ട് ലാലേട്ടൻ ബിഗ് ബോസിൽ കയറാൻ താല്പര്യപ്പെടാൻ മൈജി അത് മറ്റേ ഒരു കുട്ടിയുടെ ഒരു സാധനം വന്നില്ലേ, ഒരു കൊച്ചു കുട്ടിയുടെ ഒരു റീലിൻ്റെ ഒരു ഞാൻ ഈ കുട്ടി ആൾക്ക് പല്ലില്ല, ആളെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ അവിടെ വിളിച്ച് വരുത്തിയിട്ട് ആ കുട്ടിയെ ജസ്റ്റ് ഒന്ന് എടുക്കുന്ന ഒരു സീനാണ്. അത് നമുക്ക് കട്ട് ചെയ്യാൻ, നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ്. ദെൻ രണ്ടാമത്തെ കണ്ടസ്റ്റൻറ്റിനെ വിളിക്കുന്നു അനുമോൾ. ആങ്കറും ഒക്കെയാണെന്നാണ് പറഞ്ഞ് വിളിക്കുന്നത്. നമ്മുടെ റൈഫിൾ ക്ലബിലെ ഗന്ധർവയാമവും പിന്നെ നമ്മുടെ പൈങ്കിളിയിലെ ബേബി 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 ആ പാട്ടും കളിച്ചുകൊണ്ടാണ് പുള്ളിക്കാരി വരുന്നത്. ലാലേട്ടൻ ചോദിക്കുന്നു എന്താണ് പ്രശ്നം, 7ന്റെ പണിയാണെന്നറിയാലോ, 7ന്റെ പണിയാണെന്നറിയാം, പക്ഷെ അനുമോളുടെ പെർഫോമൻസിൽ ഞാൻ അനുമോളിൽ നിന്ന് കുറേ കൂടി ഒരു ആക്റ്റീവ് പ്രതീക്ഷിച്ചു. എനിക്ക് ഒന്ന് ചിലപ്പോൾ ടെൻഷൻ ആയിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം. അനുമോള് എൻ്റെ വീട്ടിൽ നിന്നും എനിക്ക് ബിഗ് ബോസിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്ന സാധനം ഒരു പാവയാണ്, ഒരു പാവ. അപ്പം അനുമോൾ പറയുന്നത് എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് ലാലേട്ട എന്ന് പറയുന്നു. അനുമോൾക്ക് മറ്റേ ലാലേട്ടൻ്റെ ഈ പറയുന്ന വെൽക്കം ലെറ്റർ, വെൽക്കം ടു ബിഗ് ബോസ് മലയാളം സീസൺ 7, നിങ്ങളെ ലാലേട്ടൻ ഹൃദയപൂർവ്വം മോഹൻലാൽ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന സാധനം, ആ ലെറ്റർ കിട്ടുന്നത് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അത് ഞാൻ പറയുന്നില്ല, ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളിൽ ആ ലെറ്റർ കിട്ടും പോലെ മൊത്തം കാണിക്കണം. പക്ഷെ അതിൻ്റെയൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല നമുക്കത്. കാരണം ഇത് ആവർത്തന വിരസത, ഈ സാധനം കണ്ട് എന്തോ പോലെ. എന്നിട്ട് അനു തന്നെ ഇൻട്രോയിൽ പറയുന്നുണ്ട്, പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഒരുപാട് പേരുടെ പേര് പറയുന്നത് ഞാൻ വരണം, ഞാൻ അടിപൊളിയായിട്ട് കളിക്കും ആഗ്രഹിക്കുന്നുണ്ടാവും, ഞാൻ അടിപൊളിയായിട്ട് കളിക്കും, പ്രേക്ഷകരോട് എന്നെ സപ്പോർട്ട് ചെയ്യുക, എന്നെ വിശ്വസിക്കുക എന്ന് പറയുന്നു. ലാലേട്ടനെ ഹഗ് ചെയ്യുന്നു. അനുമോളുടെ ടാസ്ക് കാണിക്കുകയാണ്. അനുമോളും സൂപ്പറായിട്ട് ആ ടാസ്ക് ചെയ്യുന്നുണ്ട്, വേഗത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. എൻട്രി ചെയ്യുന്നു, അടിപൊളി കയറുന്നു, അടിപൊളി നേരെ. അപ്പോൾ ഇതേ സമയം അനീഷ് അകത്തുനിന്ന് ജ്യൂസ് ഇരിപ്പുണ്ട്, ഓറഞ്ച് ജ്യൂസ് കലക്കി വെച്ചിരിക്കുക. അപ്പോൾ അനീഷ്, ജ്യൂസോ, ഞാൻ ഇത് കുടിക്കാം, ഞാൻ ജ്യൂസ് കുടിക്കാം. അപ്പോൾ അനീഷ് ഇങ്ങനെ ജ്യൂസ് എടുത്ത് ഇങ്ങനെ കുടിക്കുമ്പോഴത്തേക്കും അനുമോൾ വന്നിങ്ങനെ വാതിൽ ഉറക്കാണ്. ബിഗ് ബോസിൻ്റെ എൻട്രൻസ് വന്നിട്ട് ഹലോ എന്നിങ്ങനെ കൈ കാണിക്കുന്നത്. അപ്പോൾ അനീഷ് ഇങ്ങനെ ജ്യൂസ് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അനീഷ് ആരാ ഇങ്ങനെ തിരിഞ്ഞിട്ട് ആരാ? അപ്പം ഞാൻ എൻ്റെ പേര് അനുമോൾ. ഞാൻ വലിയ സെലിബ്രിറ്റി അനുമോൾ അങ്ങനെയൊന്നുമല്ല, എൻ്റെ പേര് അനുമോൾ. ഞാൻ ഇവിടെ ഇങ്ങോട്ട് ആരെയും കയറ്റാൻ പാടില്ലെന്നാണ് പറഞ്ഞത്, നിങ്ങൾ കണ്ടസ്റ്റൻ്റ് ആണോ എന്നിങ്ങനെ അനീഷ് ചോദിക്കണം. അപ്പോൾ അനുമോൾ നിങ്ങൾ കണ്ടസ്റ്റൻ്റ് ആണോ, ഞാനല്ലേ വിന്നർ, ഇങ്ങോട്ടാരും കേട്ടിട്ടുണ്ടെന്നാണ് ബിഗ് ബോസിനോട് പറഞ്ഞത്. അപ്പോൾ അനുമോള് ആണാ, എൻ്റെ അടുത്ത് അങ്ങനല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ അനീഷ്, ഇവിടെ ഞാനല്ലേ ജയിച്ചത്, ഇത്രയും പേരിൽ നിന്ന് ജയിച്ച് ഞാനിവിടെ വന്നില്ലേ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ അനുമോൾ അകത്ത് കയറി വരുന്നു. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, കാണും പോലെ അല്ല കേട്ടോ, ഭംഗി കുറവാണ്. ടി വിയിലൊക്കെ കാണുമ്പോഴത്തേക്കും അപ്പോൾ അനുമോൾ പറഞ്ഞു ഞാൻ തടിച്ചിരിക്കുമല്ലേ. അല്ലല്ല, ഭംഗി ഉണ്ടാവും കുറച്ചും കൂടി, ഇപ്പം ഭംഗിയില്ല, അതെന്താ? അപ്പോഴത്തേക്കും ഇത്രയാണ് കാണിക്കുന്നത്. പക്ഷെ അപ്പോൾ ഒരാൾ കയറി വരുന്ന ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ പോയി ചൊറിയുന്നത് നമ്മളൊരു ഹൈ ബൈ കൊടുക്കുക. അപ്പം ഇങ്ങനെ പറയാൻ പോകുമ്പോഴത്തേക്കും അത് ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന നിറത്തിൻ്റെ കാര്യവും. അത്യാവശ്യം ആ കുട്ടി കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു കുട്ടിയാണ് അനു. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ആവശ്യമില്ലാതെ കയറി ചൊറിയാൻ പോകുന്ന അനീഷിൻ്റെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്കെയാണ്. അനീഷിനെ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ റിവ്യൂ ഈസ് ഓൾവേസ് റിവ്യൂ, എല്ലാവരും വിമർശിക്കും, നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ അത് പറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഡയലോഗ് പറയണ്ടായിരുന്നു, കാരണം അതിപ്പോൾ കുറേ പേര് നിറത്തിൻ്റെ കയറിൽ അത് തിരിച്ചു വിടും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പോട്ടെ, വിട്ടേക്കാം. അങ്ങനെ ആ ഒരു രീതിയിലാണ് അനീഷ് സംസാരിക്കുന്നത്, ഒരു ചൊറിയുന്ന രീതിക്കാണ് സംസാരിക്കുന്നത്. അത് കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും മൂന്നാമത്തെ കണ്ടസ്റ്റന്റ് ആര്യൻ കദൂരിയെ വിളിക്കുന്നു. ആര്യൻ കദൂരി ഏത് പാട്ടാണെന്നോ ഡാൻസ് കളിച്ച്, എനിക്ക് അറിഞ്ഞൂടാ പാട്ട്. അപ്പോഴാണ് ലാലേട്ടൻ പറയുന്നത് രൺബീർ കപൂറിനെ പോലെ കാണാനുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അടുത്ത് നമ്മുടെ ആര്യൻ കദൂരിയെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത് അവൻ്റെ ഒരു വീട്ടിലെ ഫോട്ടോ ആൽബമാണ്. എന്നിട്ടൊരു ചെയിനും എടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നീട് ഞാൻ
ഇവിടുത്തെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് മാത്രമല്ല വരുന്നത്, ഞാനായിരിക്കും എൻ്റെ ഒരു എപ്പിസോഡ് എന്നല്ല ആണ് പറയുന്നത്. എന്നിട്ട് നമുക്ക് ജില്ല മൂവിയിൽ തട്ടി പോലെ തട്ടണം ലാലേട്ടാന്നൊക്കെ പറഞ്ഞ് തട്ടുന്നു. എൻട്രി ബിഗ് ബോസ് ടാസ്ക്, ഇവൻ്റെ ടാസ്ക് വലിയ വിഷയമില്ലാതെ കടന്നു പോയി. അടുത്ത് എൻട്രിയിൽ കയറുന്നു, പരിചയപ്പെടുന്നു നല്ല രീതിക്ക്. അനീഷ് അനങ്ങുന്നില്ല. അനീഷിനെ എല്ലാവരും ഇങ്ങോട്ടൊന്ന് പരിചയപ്പെടുന്നു. അനീഷ് അങ്ങനെ നിൽക്കുവാണ്. അപ്പോഴത്തേക്കും അനീഷ് ആരാ, എന്താണ് ജോലി? എൻ്റെ പേര് ആര്യൻ. അപ്പം എന്താണ് ജോലി? ഞാൻ ആർട്ടാണ്. മലയാളത്തിലോ? അതെ, ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. എന്നിട്ട് ഇത്ര പടം നിങ്ങൾ ചെയ്തു? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ ചോദിക്കുന്നത്. അങ്ങനെ അനീഷ് അങ്ങനെ, അതാ ഞാൻ പറഞ്ഞു, എന്തോ ഒരു ഇങ്ങനെ അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന പോലെ. അടുത്ത നാലാമത്തത് കലാഭവൻ സരികയാണ്. അപ്പം ഒറ്റയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് വന്നത്, അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ ഭർത്താവിനെയാണ് ഞാൻ എവിടെ കൂടെ കൊണ്ടുപോകുന്നതെന്നൊക്കെ പറയുന്നു. എന്നിട്ട് പിന്നെ ഇവർ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്, കലാഭവൻ സരിക വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ദിലീപ് എന്ന് പറയുന്നവരുടെ ഹസ്ബൻഡിൻ്റെ ഷർട്ടാണ്. നല്ല അവരുടെ വിയർപ്പിൻ്റെ സ്മെല്ലുള്ള ഷർട്ടാണ്. ഒരു ഇൻറ്റിമസിയാണ് ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും തമ്മിൽ. അവരുടെ ഒരു വിയർപ്പിൻ്റെ ഷർട്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇൻറ്റിമസിയാണ്. അപ്പോൾ അതാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, എന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് വന്നത്. അപ്പോൾ എനിക്ക് പ്രേക്ഷകർ എന്നെ കൂടുതൽ അറിയണം, അതിന് വേണ്ടിയാണ് ഞാൻ ബിഗ് ബോസിലേക്ക് വന്നതെന്ന് പറയുന്നു. വീട്ടിനകത്തേക്ക് എൻട്രി ചെയ്യാണ്, എല്ലാവരെയും പരിചയപ്പെടുന്നു, ഭയങ്കര പോസിറ്റീവ്. അപ്പോൾ അനീഷ്, ബിഗ് ബോസ് ആദ്യം എൻട്രി തന്നത് എനിക്കാണ്, സാധാരണക്കാരനായി ഞാൻ വിൻ ചെയ്യില്ലേ, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അടുത്ത് അക്ബർ ഖാൻ, അഞ്ചാമത്തെ കണ്ടസ്റ്റൻ്റ് അക്ബർ ഖാനാണ്. അക്ബർ ഖാൻ്റെ ഒരു സൂപ്പർ മനോഹരമായ ഒരു പാട്ടുണ്ടായിരുന്നു. അക്ബർ ഖാൻ്റെ എന്താ പറയുക, ഈ പറയുന്ന പോലെ അക്ബർ ഖാനും സ്റ്റേജിൽ വന്ന് നിന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇറിറ്റേറ്റഡ് പെട്ടെന്നാവുന്ന ആളാണ് ഞാൻ എന്ന് പറയുന്നു. അക്ബർ ഖാൻ കയറുന്നു, അനുമോൾ പോകുന്നു, പരിചയപ്പെടുന്നു. അക്ബർ ഖാൻ അറിയാം എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ പരിചയപ്പെടുന്നു. ആറാമത്തെ കണ്ടസ്റ്റൻ്റ് RJ ബിൻസിയാണ്. അപ്പം നമ്മുടെ പൈങ്കിളിയിലെ പാട്ടാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. പിന്നെ അച്ഛൻ കൊടുത്ത ഒരു ഗിഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഡയറി, എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു ഡയറിയാണ് ബിഗ് ബോസ് വീടിനകത്തേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ ഭയങ്കര ചിരിക്കുടുക്കുകയാണ്, പക്ഷേ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ചോദിക്കും എന്നൊക്കെ RJ ബിൻസി പറഞ്ഞാൽ ഭയങ്കര ശരിയാണ്. ഞാൻ ഭയങ്കര ചിരിക്കുടുക്കുകയാണ്, ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഞാൻ ഭയങ്കര ചിരിക്കുടുക്കുക, ഞാൻ എപ്പോഴും നോർമലൈസ് ഇങ്ങനെ, പക്ഷേ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലായിടത്തും ചോദിക്കും കേട്ടോ, ഇങ്ങനെ പറയുന്നു. എന്നിട്ട് പൊട്ടിത്തെറിക്കേണ്ട സമയത്ത് ഞാൻ തെറിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ദെൻ അവിടെ നിന്ന് സമയം ഈ ടാസ്കിന്, മറ്റേ പുറത്തുള്ള ഔട്ട്ഡോർ ടാസ്കിന് കൂടുതലായിട്ട് സമയം എടുക്കുന്നത് ഈ RJ ബിൻസി സമയം കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. എൻട്രിയാണ്, ചിരിച്ചുകൊണ്ട് എല്ലാവരെയും പരിചയപ്പെടുകയാണ്. അടുത്ത് ഏഴാമത്തത് ഒണിയൽ സാബു കൂളിംഗ് ഗ്ലാസും ഒരു ചെറിയൊരു ടെഡിയാണ് ബിഗ് ബോസ് വീടിനകത്തോട്ട് എടുത്തുകൊണ്ട് പോകുന്നത്. പ്രേക്ഷകരോട് സപ്പോർട്ട് വേണം, എന്നെപ്പോൾ ഞാനൊരു പുതുമുഖമാണ്, പക്ഷേ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണമെന്നൊക്കെ പറയുന്നു. എന്നിട്ട് എൻട്രി പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുന്നുണ്ട്. കുറച്ചധികം സമയം ടാസ്കിന് വേണ്ടി ഒനിയൽ സാബുവും എടുക്കുന്നുണ്ട്. എന്നിട്ട് അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഒനിയലാണ് എന്ന് വെച്ചാൽ ഒനിയൽ മീൻസ് ഇങ്ങനെ. അനീഷ് ആരെന്തുപോയി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ ചോദിക്കുവേ, കാരണം ഇന്നത്തെ കണ്ടന്റ് അനീഷ് കൊണ്ടുപോയി. അപ്പോൾ എട്ടാമത്തത് ബിന്നി സെബാസ്റ്റ്യൻ എന്താ ഈ പറയുന്ന പോലെ വരുന്നു. നൂബിൻ കൊടുത്ത മാലയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. പെണ്ണ് കാണാൻ വന്നപ്പോൾ കൊടുത്ത മാല. ടാസ്ക് സൂപ്പറായിട്ട് ബിന്നി സെബാസ്റ്റ്യനും വളരെ വേഗത്തിൽ ചെയ്യുന്നുണ്ട്. വീട്ടിനകത്തേക്ക് കയറുമ്പോഴത്തേന് അനുമോൾ രണ്ടുപേരുടെ ഭയങ്കര ഹഗ്ഗാണ്. അപ്പം അനീഷേട്ടൻ അവിടെ പോയി, അനീഷേട്ടാ ഇവിടെ ഒരാൾ കൂടി ഉണ്ടാകുന്നില്ല, ഇപ്പോൾ വിളിക്കാനുണ്ട്. അനീഷിനെ അവിടെ ഒന്നും കാണാനില്ല. അടുത്ത് ഒമ്പതാമത്തെ ആൾ അഭിശ്രീ, അതായത് അഭിലാഷ് വന്നിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. എന്താ നമ്മുടെ കെഞ്ചിരനെ മനസ്സിൽ കെഞ്ചിര, ആ പാട്ട്, പിന്നെ മനസ്സിലായോ അടിപൊളിക്ക, ആ പാട്ടും കളിക്കുന്നുണ്ട്. അടിപൊളിയാട്ടോ, സൂപ്പർ ഡാൻസർ എന്ന് പറയേണ്ടി വരും. ബിഗ് ബോസ് വീട്ടിലത്തേക്ക് എന്താ പറയുക, ക്യാപ്പ് ആണ് എടുക്കുന്നത് മുഖ്യമായിട്ട്. എന്നിട്ട് എൻ്റെ ഡിസേബിലിറ്റി കാരണം എനിക്ക് പല അവസരവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ നമ്പർ 1 റിയാലിറ്റി ഷോയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പറഞ്ഞു. ടാസ്ക് ഈ പുള്ളിയും വേഗത്തിൽ ചെയ്യുന്നുണ്ട് കേട്ടോ, സൂപ്പർ. അങ്ങനെ വീട്ടിലകത്തേക്ക് എൻട്രി ചെയ്യുന്നു. അപ്പം നല്ലോണം സംസാരിക്കുന്നുണ്ട്. എനിക്ക് അഭിശ്രീയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഭയങ്കര പോസിറ്റിവിറ്റിയായിട്ട് സംസാരിച്ച ഫസ്റ്റ് വ്യക്തിയാണ്. ബിഗ് ബോസ് വീട്ടിൽ കയറിയിട്ട് നമുക്ക് എപ്പോഴും വേണ്ടത് ഫസ്റ്റ് ഡേ പോസിറ്റിവിറ്റിയാണ്. ഈ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ കൊടുത്ത അഭിശ്രീയാണ്. ഭയങ്കര കാര്യവും എന്താ പറയുക, ഒരു ഓവർ ചിരിയും കാര്യങ്ങളൊന്നുമില്ല. ഫൈൻ, നമുക്ക് ആ വീട്ടിൽ കയറുമ്പോൾ എക്സൈറ്റ്മെൻറ്റ്, ആഗ്രഹങ്ങൾ എല്ലാം അഭിശ്രീയുടെ ആ സാധനത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അടുത്ത് എന്ത് ചെയ്യുന്നതെന്ന് അറിയാവോ, നമ്മുടെ അടുത്ത കണ്ടസ്റ്റൻ്റ് 10ാമത്തെ ആൾ റെന ഫാത്തിമ മറ്റേ പട എന്തൻ കണ്ണമ്മ, 19 വയസ്സ് മാത്രമേ ഉള്ളൂ. ഈ സീസണിലെ ഏറ്റവും ചെറിയ കണ്ടസ്റ്റൻ്റാണ്. പക്ഷേ നോറയുടെ ഒരു ടച്ചൊക്കെ വെച്ച് പിടിച്ചിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ ഇവർ ഒരേ നാട്ടുകാരും കൂടിയാണ്. അപ്പോൾ പിന്നെ സംസാരിക്കുമ്പോൾ മറ്റേ നോറയുടെ സംസാരമല്ല, ഈ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്,
ഈ എന്തിനാ അങ്ങനെ പറഞ്ഞത്, ആ സാധനം ഒന്ന് വരുന്നുണ്ട്. ഒരു ബാർബി ഡോളിനെ പോലെയാണ് അണിഞ്ഞൊരുങ്ങി വരുന്നത്. ഫോട്ടോ ഫ്രെയിമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു പാർട്ട്ണറൊക്കെ ഉണ്ട് ഈ പുള്ളിക്കാരിക്ക്. എൻട്രി വരുന്നു. എൻട്രിക്കകത്ത് വീട്ടിലെല്ലായിടത്തും ഭയങ്കര ഹായ് ബായ് നല്ല കാര്യമാണ്. 11ാമത്തെ കണ്ടസ്റ്റന്റ് മുൻഷി രഞ്ജിത്തും അടിപൊളി ഒരു ഡാൻസുമായിട്ടാണ് വരുന്നത്. എനിക്ക് പാട്ട് ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ എനിക്ക് സ്പെഷ്യലായിട്ട് ഞാൻ എവിടെ പോയാലും എൻ്റെ സോപ്പ്, ചീപ്പ്, ടൂത്ത് പേസ്റ്റ് ഇതൊക്കെ എനിക്ക് തന്നെ വേണ്ടൊക്കെ കുറച്ച് സ്പെഷ്യലാണ് എന്ന് പറഞ്ഞിട്ട് ആ സാധനമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വരുന്നത്. ഓക്കെ, അടുത്ത് 12ാം എന്നിട്ട് വീട്ടിനകത്ത് കയറുന്നു. വീട്ടിനകത്ത് ഭയങ്കര കോമഡി, എല്ലാവരോടും ഭയങ്കര കോമഡി കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. 12ാമത്തത് ജിസൈൻ തക്രാളാണ് ബിഗ് ബോസ് ഹിന്ദി സീസൺ 9 വൈൽഡ് കാർഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് വന്ന് എവിക്റ്റ് ആയി പോയ ആള്. പക്ഷേ അപ്പൊ ജിസൈൻ ഈ പറയുന്ന തക്രാള് ആജ് കീ രാത് മസാ ഹുസ്ൻ കാ ആँखों के लिए, അതോടൊപ്പം തന്നെ നമ്മുടെ കിസിക്ക് അറിയാതെ എന്നടുത്ത് കിസിക്ക് ഡപ്പനെ അടി വരുമോനെ ഡപ്പേന്നടി വരുമോ ആ പാട്ട് അതൊക്കെ കളിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ട് പിന്നെ അങ്ങനത്തെ പാട്ടൊക്കെയാണ് ഈ പുള്ളി കളിക്കുന്നത്. അച്ഛൻ പഞ്ചാബി, അമ്മ മലയാളി, ആലപ്പുഴക്കാരിയാണ്. മലയാളി മനസ്സാണ് എനിക്ക്. എൻ്റെ ലൈഫ് പാർട്ണർ കേരളത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സെറ്റിൽ ആവും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ മലയാളി അല്ല എങ്കിലും മലയാളം നന്നായിട്ട് അറിയാം കേട്ടോ. ഇപ്പം നമുക്ക് പുറത്ത് വർക്ക് ചെയ്യുന്ന എത്രയോ പേരും ഇവിടെ കേരളത്തിൽ വന്നിട്ട് നമ്മളെക്കാളും അടിപൊളിയായിട്ട് മലയാളം പറഞ്ഞു. അപ്പോൾ അതുപോലെ പറയുന്നുണ്ട്. ജാൻമണി പറയുന്ന അത്രയും പ്രോബ്ലം പോലും ഇല്ല. ജാൻമണിക്ക് ഇപ്പോഴും ഒരു ഇഷ്യൂ ഉണ്ടല്ലോ പറയുമ്പോഴത്തേക്ക്, അത്ര പ്രോബ്ലം പോലും ഇല്ല. നല്ല സൂപ്പറായിട്ട് പറയുന്നുണ്ട് മക്കളെ ഈ പറയുന്ന നമ്മുടെ ജിസൈൻ തക്രാർ. വീട്ടിൽ പോകുന്നു, എല്ലാവരുമായിട്ട് ഭയങ്കര ജിസൈൻ തക്രാർ. ആരും പ്രഡിക്ഷൻ ലിസ്റ്റിലൊന്നും ആരും കേട്ടിട്ടില്ലല്ലോ ഈ പേര്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുവാണ്. അടുത്ത 13ാമത്തത് നമ്മുടെ ഷാരികയാണ്. ഇന്റർവ്യൂർ ഷാരിക. പെർഫ്യൂമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. എൻട്രി എല്ലാവരും ഇങ്ങനെ ഞെട്ടുന്നുണ്ട് ഷാരികയാണ്. അപ്പോൾ ചെറിയൊരു ഞെട്ടില്ല, വലിയ ഞെട്ടിലൊന്നുമില്ല. ഷാരികയും ഇപ്പോൾ എല്ലാവരും ഭയങ്കര കമ്പനിയായിട്ട് നിൽക്കുകയാണ്. 14ാമത്തത് ഷാനവാസ് ഷാനുവാണ്. നമ്മുടെ കുങ്കുമപ്പൂവിലെ രുദ്രൻ. ബിഗ് ബോസ് ലാലേട്ടൻ വിളിക്കുന്നു. ഫാമിലി ഫോട്ടോയാണ് ബിഗ് ബോസിലേക്ക് കൊണ്ടുപോകുന്നത്. എൻട്രി ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം, പോസിറ്റിവിറ്റി, ഹാപ്പി ഒക്കെയാണ്. കാര്യം പറയാനും എല്ലാവർക്കും അറിയാമല്ലോ, കുങ്കുമപ്പൂവിലെ രുദ്രനെ അറിഞ്ഞുകൂടാത്ത ആരുമില്ല. എല്ലാവരും ഭയങ്കര കാര്യം. 15ാമത്തതാണ് നെവിൻ ജോർജ്. ഡ്രാഗൺ. പിന്നെ സവദീക ആ പാട്ട് അതൊക്കെയാണ് ഈ പുള്ളി കളിക്കുന്നത്. ഹീൽസും അതുപോലെ തന്നെ ജാക്കറ്റുമാണ് ഈ പുള്ളി എടുത്തോണ്ട്. ഈ പുള്ളിയുടെ ഒരു സ്വഭാവം, പുള്ളിക്ക് പൊക്കം കുറവായതുകൊണ്ട് എപ്പോഴും ഹീൽസ് യൂസ് ചെയ്യും. അപ്പോൾ ഈ പുള്ളി ഹീൽ എടുത്തുകൊണ്ട് ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അത് കൊടുത്ത് വിടുമോ ഒന്നും അറിയത്തില്ല. ടാസ്ക് ഇത്തിരി വൈകിയാണ് ഈ പുള്ളി ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഷാനവാസ് ഷാനും ടാസ്ക് വൈകിയാണ് ചെയ്യുന്നത്. ഷാരികയും ടാസ്ക് വൈകിയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് ആദില നസ്റിനും ഫാത്തിമ നൂറിനുമാണ് 16ാമത്തെ കണ്ടസ്റ്റന്റ്. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. അപ്പം അവർ വരുന്നു. ബ്രേസ്ലെറ്റ്, ഒരാൾ ബ്രേസ്ലെറ്റ് എടുക്കുന്നു, മറ്റൊരാൾ ബുക്കും ചെയിനും എടുക്കുകയാണ്. ടാസ്ക് സൂപ്പറായിട്ട് വേഗത്തിൽ തന്നെ ചെയ്യുന്നു. 17ാമത്തതാണ് ശൈത്യ സന്തോഷ്. ശൈത്യയുടെ പാട്ടുകളും മറ്റേ ഇതാണ് ഏതാ, കണ്ടാലോ ഒരു തീക്കനൽ പോൽ എരിയുന്നേ സമയ, ആ പാട്ട് കളിച്ചുകൊണ്ടാണ് വരുന്നത്. പിന്നെ നമ്മുടെ സന്ദനക്കട്ടെ അത്, പിന്നെ ജിങ്കിച്ച ഈ 3 പാട്ടാണ്. ഭയങ്കര പോസിറ്റിവിറ്റി, എന്താ പറയുക, നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉണ്ട്, ഒരു ആക്റ്റീവ് ഉണ്ട്, ഒരു ഇളകി കളിക്കുന്നുണ്ട്. കാണുമ്പോൾ കൊള്ളാം. ഫസ്റ്റ് ഡേയിലെ ഫസ്റ്റ് ഇംപ്രഷൻ മോശമാക്കിയില്ലേ നമുക്ക് തോന്നും. എന്നിട്ട് ലാലേട്ടനെ കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട്, എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ്. ലാലേട്ടൻ്റെ മുഖത്ത് നോക്കി പാടുന്നുണ്ട്. അങ്ങനെ ടാസ്ക് ഈ പുള്ളിയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നുണ്ട്. ടാസ്ക് ഓക്കെയാണ് എന്നുള്ള ലെവലിലാണ് ടാസ്കുകളൊക്കെ ചെയ്യുന്നത്. കലാഭവൻ സരികെ കാണുന്നു. അവർ രണ്ടുപേരുടെ ഭയങ്കര ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. കാണുന്നു, കെട്ടിപ്പിടിക്കുന്നു. 18ാമത് ലാലേട്ടൻ. കോൺട്രവേഴ്സികളുടെ താരം രേണുസുതി. അപ്പോൾ രേണുസുതിയുടെ പാട്ടാണ്. എനിക്കത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വന്നു. കാരണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ബിഗ് ബോസ് റിവ്യൂവർ എന്നുള്ള നിലയ്ക്ക് അവരെ ഞാൻ കളിയാക്കിയതല്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എവിടെ തുറന്നു കഴിഞ്ഞാൽ രേണുസുതിയാണ്. അപ്പോൾ രേണുസുതി ഇങ്ങനെ കാണിക്കുമ്പോൾ പാട്ട് പഞ്ചാരണി എങ്കൂടാണ് എന്നൻ, അപ്പോഴാണ് രേണുസുതി തിരിയുന്നത്. സാരി കൊടുത്ത ഒരാളെ ഈ ബിഗ് ബോസിൽ വന്നിട്ടുള്ളൂ. രേണുസുതിയുടെ ചുമന്ന സാരിയാണ്. സാരി കൊടുത്ത് രേണുസുതിയുടെ ഒരു നടത്തമുണ്ട്. നോർമൽ റാമ്പുകളൊക്കെ നടന്നു വരുമ്പോൾ രേണുസുതി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ലുക്ക് കൊടുക്കും. ഇങ്ങനെ രേണുസുതി നോക്കുന്നുണ്ട്. ഞാനിത് കണ്ട് ചിരിയായിരുന്നു. എനിക്ക് പെട്ടെന്ന് ചിരി വന്നുപോയി. എന്നിട്ട് രേണുസുതി ബിഗ് ബോസ് വീടിനകത്തേക്ക് കൊണ്ടുവരുന്നത്, സുധിച്ചേട്ടൻ എപ്പോഴും പ്രോഗ്രാമിന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു ട്രോളി ബാഗുണ്ട്. ആ ട്രോളി ബാഗാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നുണ്ട്. ടാസ്ക് വേഗത്തിൽ തന്നെ രേണുസുതി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെയാണ്. എന്നിട്ട് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറുന്നു. എൻട്രി ആകുമ്പോൾ തന്നെ സുധിച്ചേട്ടാ ഞാൻ വന്നു കേട്ടോ, ഞാൻ വന്നു എന്നിങ്ങനെ പറയാണ്. ഇത് പുറത്ത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആക്ച്വലി ഇതിനകത്ത് എന്തെങ്കിലും ഗെയിം സ്ട്രാറ്റജി ഉണ്ടോ?
രേണുസുതി പക്ഷേ സൂപ്പറായിട്ട് ഗെയിം കളിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നല്ല വൃത്തിയായിട്ട് അറിയാം. ഇൻട്രോയ്ക്കകത്തൊക്കെ രേണുസുതി പറയുന്നുണ്ട് ഞാൻ ഗെയിം കളിക്കാൻ തന്നെയാണ് വരുന്നതെന്ന്. 19ാമത്തെയും അവസാനത്തെയും കണ്ടസ്റ്റന്റ് അപ്പാനി ശരത്താണ്. മട്ട ആ പാട്ടും കളിച്ചുകൊണ്ടാണ് വരുന്നത്. ഒരു കപ്പ്, ഫോട്ടോ ഉള്ള ഒരു കപ്പും കൊണ്ടാണ് ബിഗ് ബോസ് വീടിനകത്തോട്ട് വരുന്നത്. ടാസ്ക് ഒക്കെ വളരെ വേഗം തന്നെ ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ കയറുന്നു. ഭയങ്കര പോസിറ്റിവിറ്റി, ഡാൻസും സൂപ്പർ ഡാൻസ് തന്നെയാണ്. അടുത്ത് ബിഗ് ബോസ് ഇവരെ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വണക്കമൊന്നും, എല്ലാവർക്കും നമസ്കാരം. ലിവിംഗ് റൂമിൽ വന്നിരിക്കുക. ഇത്തവണ 7ന്റെ പണിപ്പുരയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഒരു റേസ് ടാസ്ക് നടത്തിയില്ലേ, അതിന്റെ റിസൾട്ട് പറയുകയാണ്. ആര്യൻ, ബിന്നി, ഷാനവാസ്, നിങ്ങൾ 3 പേരുമാണ് ജയിച്ചിരിക്കുന്നത്. ആര്യൻ 19 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. ബിന്നി 29 സെക്കൻഡ്. ഷാനവാസിന് എത്ര സെക്കൻഡ് ആണോ 1-2 കൂടെ അങ്ങോട്ട് മാറുമായിരിക്കും. ഞാൻ പെട്ടെന്ന് എഴുതുന്നതിന് ഇടയ്ക്ക് അത് കണ്ടില്ല. അപ്പോൾ ബിഗ് ബോസ് പറയാണ് സ്റ്റോർ റൂമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പെട്ടി എടുക്കാനായിട്ട് പോവാണ് സ്റ്റോർ റൂമിലോട്ട്. ഇവരെല്ലാവരും പെട്ടി എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും കൊണ്ട് പെട്ടികളിലൊക്കെ ചിലതിനകത്ത് ഇന്നർ വെയർ, ചിലതിൽ പൊത്ത ഷർട്ട്, ചിലതിൽ കാർപ്പറ്റ്, ഇതിനകത്ത് തുണിയില്ല. പെട്ടി എടുക്കാൻ പോകുമ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ഇത്രയും ഇതെന്താ, പെട്ടി തുറന്ന് നോക്കുമ്പോൾ പല പല സാധനങ്ങൾ. ഇവരുടെ ഒന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെട്ടികൾ തമ്മിൽ മാറിപ്പോകുന്നില്ല, ഒന്നുമില്ല. ഈ ടാസ്കുകൾ ജയിച്ച ആര്യൻ്റെയും ബിന്നിയുടെയും ഷാനവാസിൻ്റെയും പെട്ടിയിൽ മാത്രമേ സാധനങ്ങളുള്ളൂ. ബാക്കി ആരുടെയും പെട്ടിയിൽ സാധനങ്ങളില്ല. അപ്പോൾ ബിഗ് ബോസ് പറയാണ് ബാക്കിയുള്ളവർ പേടിക്കണം, നിങ്ങൾക്ക് പണി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് 3 ബാൻഡ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ബിന്നി ഇവിടെ കെട്ടിയിട്ടുണ്ട്, ഷാനവാസ് കെട്ടിയിട്ടുണ്ട്, അടുത്ത് നമ്മൾ ആര്യനും കെട്ടിയിട്ടുണ്ട്. 3 പേരുമാണല്ലോ ആ ടാസ്കിൽ ജയിച്ചത്. അപ്പം ഇവരുടെ 3 പേരുടെ കയ്യിൽ ഈ ബാൻഡ് ഇരിക്കുന്നിടത്തോളം കാലം ഇവരുടെ കയ്യിൽ ആ പെട്ടിയും ഇവരുടെ സാധനങ്ങളും ഉണ്ടാവും. ഇതാരെങ്കിലും അടിച്ചു മാറ്റുകയാണെങ്കിൽ അവരുടെ പെട്ടിക്ക് പകരം ഇവരുടെ പെട്ടി തിരിച്ചകത്ത് കൊണ്ടുപോയിട്ട് അവരുടെ പെട്ടി പറഞ്ഞു വിടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പെട്ടി വേണം എന്നുണ്ടെങ്കിൽ ഇവരെ ഈ സാധനം അടിച്ചെടുക്കണം. ഇവരെ ഈ സാധനം അടിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഊരി വെക്കാനോ ഒളിപ്പിച്ചു വെക്കാനോ പാടില്ല. കയ്യിൽ തന്നെ കെട്ടണം. കെട്ടാനുള്ള പശയൊക്കെ അതിനകത്തുണ്ടെന്ന് ബിഗ് ബോസ് പറയുകയാണ്. അപ്പോൾ വേണ്ടായിരുന്നു ബിഗ് ബോസ്, ചതിയാണ് ബിഗ് ബോസ് എന്നൊക്കെ പറയുവാണ് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി. ലാലേട്ടൻ വന്ന് നേരിട്ട് അവരെ കാണുന്നൊന്നുമില്ല. മറ്റേത് സ്ക്രീനിൽ എല്ലാ സീസണിലും എനിക്ക് തോന്നുന്നു സ്ക്രീനിൽ വന്ന് കണ്ട് ഹായ് സന്തോഷമായിട്ടിരിക്കും ഞാൻ അടുത്ത ആഴ്ച വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നൊരു സാധനമുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. സത്യം, ഞാൻ അങ്ങനെയൊന്നും കണ്ടില്ല. ലാലേട്ടൻ എന്ത് ചെയ്തു, പുറത്തിറങ്ങിയിട്ട് എപ്പോഴും ഞാൻ നല്ല കാര്യത്തിൽ നിലവിളക്കാണ് കത്തിക്കാറ്, പക്ഷെ ഞങ്ങളുടെ ബോംബ് പൊട്ടിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു മാലപ്പടക്കം പോലത്തെ ഒരു പടക്കവും കത്തിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നെയാണ് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ പറയുന്ന സാധനത്തിന് വേണ്ടിയുള്ള അടിപിടിയാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതാണ് ലോഞ്ച് എപ്പിസോഡിൻ്റെ റിവ്യൂ. ഞാൻ ഇതിനകത്ത് റിവ്യൂവും പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നടന്ന കഥയും പറഞ്ഞിട്ടുണ്ട്. ലോഞ്ച് എപ്പിസോഡ് ആയതുകൊണ്ടാണ് ഇത്രയും ലെങ്തിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ലൈവ് അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാം. ലൈവ് അപ്ഡേറ്റ് ഉണ്ടാവും നാളെ മോർണിംഗ് മുതൽ. ഇന്ന് രാത്രി നടക്കുന്ന സംഭവങ്ങളെല്ലാം ഞാൻ നാളെ മോർണിംഗ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഓരോരോ മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൂടുമ്പോൾ ലൈവ് അപ്ഡേറ്റ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കോർ ചെയ്ത കണ്ടസ്റ്റന്റ് ഈ പറയുന്ന അനീഷ് നന്നായിട്ട് കുറേ നെഗറ്റിവിറ്റി ആണെങ്കിലും കുറേ സ്കോർ ചെയ്യാൻ അനീഷ് നോക്കിയിട്ടുണ്ട്. പിന്നെ വേറെ ആരും അങ്ങനെ എടുത്ത് നമുക്കിപ്പം ഈ ലോഞ്ച് കഴിഞ്ഞല്ലേ ഉള്ളൂ, എടുത്ത് നമുക്ക് പറയാനുള്ള ഒരു സാധനമൊന്നും ആയില്ല. കാരണം എപ്പിസോഡിലും അത് കാണിച്ചില്ല, ലൈവിലിപ്പം നടക്കുന്നുണ്ടാവും, അത് നോക്കണം. അപ്പോൾ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.